മുണ്ടക്കൈ മേഖലയിലെ മൂന്നാം ദിവസത്തെ തെരച്ചിൽ നടപടികൾ അവസാനിപ്പിച്ച് സൈന്യം നാളെ രാവിലെ മുതൽ വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കും. സൈന്യം നിർമ്മിച്ച ബെയിലി പാലമാണ് രക്ഷാപ്രവർത്തനത്തിന് ഏറെ സഹായകരമായത്. ദൗത്യമേഖലയിൽ നിന്നും ദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാവിലെ മുതൽ ആരംഭിച്ച തെരച്ചിൽ നടപടികൾ ഏകദേശം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. വൈകുന്നേരത്തോടു കൂടി തന്നെ ഏകദേശം 4 മണിയായപ്പോൾ തന്നെ ഇന്ന് മുണ്ടക്കൈ മേഖലയിൽ ഉൾപ്പെടെയുള്ള തെരച്ചിൽ നടപടികൾ സൈന്യവും ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ അടക്കം നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിൽ നടപടികൾ പൂർത്തിയായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം നമുക്കറിയാം പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് ഈ മേഖലയിൽ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസവും എല്ലാം ഉച്ചതിരിഞ്ഞ് ശക്തമായ ഒരു മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഈ മുണ്ടക്കൈ മേഖലയിൽ അടക്കമുണ്ടായിരുന്നു. ഈ മേഖലയുടെ ഒരു സ്വഭാവം അനുസരിച്ചുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികൾ നൽകുന്ന സൂചനയും അത് തന്നെയാണ്. പല മേഖലകളിലും ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുകൾ ഇന്നും ഇന്നലെയും ഒക്കെയായി തുടരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ രാത്രിയും അതിനുശേഷവും വൈകിയുള്ള ഒരു തെരച്ചിൽ നടപടികൾ ഒരു അപകടം നിറഞ്ഞ ഒരു കാര്യമാണ്. ഈ തെരച്ചിൽ നടപടികളിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈന്യത്തിൻ്റെയും ഒപ്പം തന്നെ ബാക്കി സുരക്ഷാ സേനയുടെ എല്ലാം ജീവനും കൂടി ഒരു പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തോടു കൂടി തന്നെ തെരച്ചിൽ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഈ മുണ്ടക്കൈ മേഖലയിൽ കഴിഞ്ഞ ദിവസം തുടങ്ങിയ ഹിറ്റാച്ചി ഉപയോഗിച്ച് തുടങ്ങിയ തെരച്ചിൽ നടപടികൾ ഇന്ന് കുറച്ചുകൂടി കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ ആശ്വാസകരമായ ഒരു കാര്യമായിരുന്നു. ഏകദേശം 7-8 ഹിറ്റാച്ചികളാണ് ഇന്ന് ആ മേഖലയിൽ തെരച്ചിൽ നടപടികൾക്കായി ഉണ്ടായിരുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഗതാഗത സംവിധാനം തന്നെ ഈ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടപടികളാണ് ഇന്ന് അവിടെ നടത്തിയത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ലഭിച്ചതുപോലെ തന്നെ ഇന്നും ആ മേഖലയിൽ നിന്നും ഏകദേശം 8ഓളം മൃതദേഹങ്ങളും ഒപ്പം തന്നെ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളും എല്ലാം കണ്ടെടുക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതോടൊപ്പം തന്നെ മുണ്ടക്കൈ മേഖലയുടെ താഴെയുള്ള പ്രദേശങ്ങളും ഈ പ്ലാന്റേഷൻ്റെ എല്ലാം തൊഴിലാളികൾ താമസിക്കുന്ന മേഖലകളിലും ഈ ഒരു രീതിയിലുള്ള തെരച്ചിൽ നടപടികൾ സന്നദ്ധ പ്രവർത്തകരുടെ അടക്കം നേതൃത്വത്തിൽ നടത്തുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ പുഞ്ചിരിമട്ടം മേഖലയിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നുള്ള ഒരു സൂചന ഇവിടുത്തെ തന്നെ പ്രദേശവാസികൾ നൽകുകയുണ്ടായി. ആ ഒരു തരത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഒരു പ്രത്യേക സംഘം ആ മേഖല കേന്ദ്രീകരിച്ചും ഒരു തെരച്ചിൽ നടപടികളിൽ ഏർപ്പെട്ടിരുന്നു. പ്രതികൂലമായ ഒരു കാലാവസ്ഥയായിരുന്നു വൈകുന്നേരം ആ മേഖലയിൽ ഉണ്ടായിരുന്നതെങ്കിൽ കൂടിയും സൈന്യവും മറ്റ് സംഘങ്ങളുമെല്ലാം പിൻവാങ്ങിയപ്പോൾ ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഒരു പ്രത്യേക ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഒരു സംഘം ആ മേഖലയിൽ നിലയുറപ്പിച്ചുകൊണ്ട് തന്നെ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യത്തിലും വൈകുന്നേരവും തെരച്ചിൽ നടപടികളിൽ ഏർപ്പെട്ടിരുന്നു. ഏതായാലും വൈകുന്നേരത്തോടു കൂടി തന്നെ ചൂരൽമലയിൽ ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതോടുകൂടി തന്നെ നാളെ മുതൽ ശക്തമായ ഒരു തെരച്ചിൽ നടപടികളിലേക്ക് കടക്കാൻ സൈന്യത്തിനും ഒപ്പം തന്നെ NDRFിൻ്റെയും ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെയും എല്ലാം ടീമിന് സാധിക്കും. ഈ ഒരു ബെയിലി പാലത്തിലൂടെ കൂടുതൽ ഉപകരണങ്ങൾ ഇങ്ങോട്ട് മുണ്ടക്കൈ അടക്കമുള്ള മേഖലകളിലേക്ക് എത്തിച്ചും ഒപ്പം തന്നെ യന്ത്രോപകരണങ്ങൾ ഹിറ്റാച്ചി അടക്കമുള്ള വാഹനങ്ങളും ഒപ്പം തന്നെ ഈ തെരച്ചിൽ നടപടികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള ആയുധങ്ങളടക്കമുള്ള സാധനങ്ങൾ എത്തിച്ചുകൊണ്ട് കുറച്ചുകൂടി കാര്യക്ഷമമായി ഉള്ള തെരച്ചിൽ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത്.